സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ മൊഡ്യൂളിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ മൊഡ്യൂളിൽ ആദ്യം വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസിന്റെ ചെയിൻ റൂൾ ആണ് ആദ്യം തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ചെയിൻ റൂളിന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ മൊഡ്യൂളില് ചെയിൻ റൂൾ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ മൊഡ്യൂളിൽ നമുക്ക് ഒരു വേരിയബിൾ അല്ലെ, W എന്ന് പറയുന്ന ഒരു വേരിയബിളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാവും. അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് എത്രയാണ്? 2 വേരിയബിൾസ് ആയിരുന്നു ഉണ്ടായത് അല്ലെ. 2 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും, എന്നിട്ട് ആ വേരിയബിൾസ് വേറെ കുറച്ച് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയായിരുന്നു കഴിഞ്ഞ മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്. സോ ഈ മൊഡ്യൂളിലെ ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ ഫസ്റ്റ് വേരിയബിൾ ഉണ്ടല്ലോ W എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിട്ട് എടുക്കും? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഓക്കെ, W 3 വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, എക്സും വൈയും സെഡും എന്ന് പറയുന്ന 3 ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ് ആര്? W. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോ ഇവര് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവര് 1, 2, 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, എക്സും വൈയും സെഡും എന്താണ്? വേറെ വേരിയബിൾസിനെ. ഇപ്പം ഇങ്ങനെ പറയാ, ആറും തീറ്റയും, ആർ തീറ്റ, ആർ തീറ്റ, അങ്ങനെയുള്ള 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവരാണ് ശരിക്കുള്ള ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ, ആൻഡ് ഈ എക്സും വൈയും സെഡും ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ, വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് സെഡ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ ഓരോ വേരിയബിൾസും, ഈ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ഓരോന്നും എന്താണ്? ശരിക്കുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ അതിന്റെ ഇടയിൽ W, നമ്മുടെ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ W എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷനും, ആൻഡ് ഈ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷനും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇവിടത്തെ ചെയിൻ റൂൾ വരും. നേരത്തെ നമുക്ക് ഇത് 2 മാത്രമേ ഈ ഇന്റർമീഡിയറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തിയപ്പം അത് 3 ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചെയിൻ റൂളിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ട്രീ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ ചെയിൻ റൂളിന്റെ ഫോർമുല വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ ഇവിടെയും എങ്ങനെയാണ് ആ ഫോർമുല വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? W ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, സോ എന്താണ് ഇവിടെ? W ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോ W എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ. സോ W എന്തിനാണ്? W is a function of എന്താണ്? എക്സ് വൈ ആൻഡ് സെഡ് അല്ലെ. സോ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു W നമുക്കുണ്ട്. വേർ എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. ഓക്കെ, എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ഈക്വൽ ടു റോ കോസ് തീറ്റ. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇതില് എക്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റോ സൈൻ ഫൈ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. സോ എക്സ് എന്ന് പറയുന്നത് 3 വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. റോയുടെയും ഫൈയുടെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആണ് എക്സ്. അതുപോലെ വൈ ഈക്വൽ ടു എന്താണ്? റോ സൈൻ ഫൈ സൈൻ തീറ്റ. അതായത് വൈ എന്തിന്റെയൊക്കെയാണ്? റോയുടെയും ഫൈയുടെയും തീറ്റയുടെയും അല്ലെ. അതുപോലെ സെഡിലേക്ക് വരുമ്പോഴോ റോ കോസ് ഫൈ. സോ സെഡ് എന്തിന്റെയാണ്? റോയുടെയും ഫൈയുടെയും ഫംഗ്ഷൻസ് ആണ്. സോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇവിടത്തെ ചെയിൻ റൂള് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, സോ ഇവിടുത്തെ ചെയിൻ റൂള് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ചെയിൻ റൂൾ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ഇവിടെ ഡോ W ബൈ ഡോ റോയും ഡോ W ബൈ
ഡോ തീറ്റയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അല്ലെ. സോ നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് ഈ എങ്ങനെയാണ് ആ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ആദ്യം. ഓക്കെ, സോ W എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്? W ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ്. ഏതൊക്കെയാണ്? എക്സും വൈയും സെഡും. ഓക്കെ, W എക്സിനെയും വൈനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് റോ ഫൈ തീറ്റ, അതുപോലെ വൈ റോ ഫൈ തീറ്റ ആൻഡ് സെഡ് റോ ഫൈ അല്ലെ. സോ ഈ 3 ഇന്റർമീഡിയറ്റ് വേരിയബിൾസും ഏതൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലെ. ഒന്ന് റോ, ഒന്ന് ഫൈ, ഒന്ന് തീറ്റ. അതുപോലെ വൈയും റോ ഫൈ ആൻഡ് തീറ്റ, അതുപോലെ സെഡും ആരൊക്കെയാണ്? റോ ഫൈ തീറ്റ അല്ലെ. സെഡിന് ശരിക്കും തീറ്റ ഇല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് എഴുതാം. അവിടെ ആ തീറ്റയുടെ വാല്യൂ 1 ആയതെങ്ങാണ്ടും ആയിരിക്കും. ഓക്കെ, സോ ആ കോസ് തീറ്റയുടെ വാല്യൂ അവിടെ എന്തായിരിക്കും? ആ ഒരു തീറ്റയുടെ ടേം അവിടെ 1 ആയി പോയതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസ് ട്രീ വരുന്നത്. ഓക്കെ, W എക്സിനെയും വൈനെയും സെഡിനെയും, എക്സ് റോനെയും ഫൈനെയും തീറ്റനെയും, വൈ റോ ഫൈ തീറ്റ ആൻഡ് സെഡ് റോ ഫൈ തീറ്റ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസ് ട്രീ വരുന്നത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? ഫൈൻഡ് ഡോ W ബൈ ഡോ ഫൈ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് W വിത്ത് റെസ്പെക്ട് ടു ഫൈ. ഓക്കെ, സോ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ W ബൈ ഡോ ഫൈ അല്ലെ. സോ ഡോ W ബൈ ഡോ ഫൈ ബൈ യൂസിങ് ചെയിൻ റൂൾ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ, ബൈ ചെയിൻ റൂൾ. സോ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഡോ W ബൈ ഡോ ഫൈ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ W ഫൈയും തമ്മിലുള്ള ആ റിലേഷന്റെ പാത്തിലൂടെയാണ് നമ്മൾ ചെയിൻ റൂൾ നോക്കുക. ഓക്കെ, W ആദ്യം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സ് എന്നിട്ട് റോനെ ഡിപ്പെൻഡ് ചെയ്യും. സോറി, ഡോ W ബൈ ഡോ റോ അല്ലേ. ഓക്കെ, സോറി, ഞാൻ എഴുതിയത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയേ. നമുക്കിവിടെ ബൈ ചെയിൻ റൂൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഡോ W ബൈ ഡോ റോ അല്ലെ, ഡോ W ബൈ ഡോ റോ വേണം. ഓക്കെ, സോ ഡോ W ബൈ ഡോ റോ. സോ W എങ്ങനെയൊക്കെയാണോ റോയിലേക്ക് വരുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ ആ ചെയിൻ റൂൾ എഴുതണം. ഓക്കെ, സോ ആദ്യം W ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് എക്സ് ആണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റോനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ചെയിൻ റൂൾ എങ്ങനെ വരും? ഡോ W ബൈ ഡോ റോ ഈക്വൽ ടു, സോ എക്സിന്റെ ടേംസിൽ നമ്മൾ എഴുതുമ്പോ ഒരു വേരിയബിളിന്റെ വഴി കൂടെ പോകുമ്പോ ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ റോ പ്ലസ് അല്ലെ, എക്സിനെ വെച്ചിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ. അതുപോലെ W ആരെയാണ്? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വൈ റോനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അവിടുത്തത് എങ്ങനെ വരും? ഡോ W ബൈ ഡോ റോ, സോറി, ഡോ W ബൈ ഡോ വൈ അല്ലെ, ഡോ W ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ അല്ലെ. ഡോ W ബൈ ഡോ വൈ എന്ന് പറയുമ്പോ ആദ്യം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ഇനി ഓക്കെ, അപ്പം ഇതിപ്പോ വൈനെ വെച്ചിട്ടായി. ഇനി അടുത്തത് Z ഉണ്ട് അല്ലെ. സോ പ്ലസ് ഡോ W ബൈ ഡോ Z ഇൻറ്റു, ഇനി Z ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റോനെ. സോ ഡോ Z ബൈ ഡോ റോ. സോ ഇങ്ങനെയാണ് ബൈ ചെയിൻ റൂൾ നമ്മൾ ഡോ W ബൈ ഡോ റോ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഡോ W ബൈ ഡോ തീറ്റ അല്ലെ. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഡോ W ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു, അതെങ്ങനെയാണ് പോകുന്നത്? W എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് എക്സ് ആണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ W എന്ന് എക്സിലേക്ക് പോയി, എക്സ് ചെയ്യുന്ന തീറ്റയിലേക്ക് പോയി അല്ലെ. സോ എങ്ങനെയാണ് ഇവിടെ ഡെറിവേറ്റീവ്? ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് അല്ലെ, ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് അടുത്തത് വൈയിലൂടെ. സോ ഡോ W ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ W ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ പ്ലസ് അടുത്ത തീറ്റയിലേക്ക് പോകുന്നത് സെഡിലൂടെ അല്ലെ. സോ ഡോ W ബൈ ഡോ Z ഇൻറ്റു ഡോ Z ബൈ ഡോ തീറ്റ, ഡോ W ബൈ ഡോ Z ഇൻറ്റു ഡോ Z ബൈ
ഡോ തീറ്റ. സോ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെയിൻ റൂൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് എന്ത് വേണം, ആദ്യം നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിക്കണം അല്ലേ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ വേണ്ടേ, ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വേണം അല്ലെ. സോ ഡബ്ല്യു എന്താണ്, ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ ഇവിടെ എക്സ് സ്ക്വയർ മാത്രമാണ് എക്സിന്റെ ഫംഗ്ഷൻ, ബാക്കിയൊന്നും എക്സിന്റെ ഫംഗ്ഷൻ അല്ല. സോ നമുക്ക് എക്സ് സ്ക്വയറിന്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലെ. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും അല്ലെ. ഇനിയോ അതുപോലെ നമുക്ക് ആര് വേണം, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വേണം അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ത് വരും, ഇവിടെ വൈന്റെ ഫംഗ്ഷൻ ആയിട്ട് വൈ സ്ക്വയർ മാത്രം. സോ ബാക്കിയെല്ലാം 0 ആയിട്ട് പോകും. സോ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y വരും അല്ലെ. അതുപോലെ നമുക്ക് ഒരാളും കൂടെ വേണം, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു മൈനസ് സെഡ് സ്ക്വയർ മാത്രമാണ് ഇവിടെ സെഡിന്റെ ഫംഗ്ഷൻ. ബാക്കി രണ്ടുപേരും എന്താണ്, എക്സും വൈയും ആണ്. സോ അത് രണ്ടും 0 ആയി പോയി. അപ്പൊ മൈനസ് സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് 2z. ഓക്കെ, അപ്പൊ നമ്മള് ഡബ്ല്യു വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് കണ്ടു. ഇനി നമുക്ക് എന്താണ്, ഈ ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന്റെ ഡെറിവേറ്റീവ്സ് കാണാനുണ്ട് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു റോ. സോ എക്സ് എന്താണെന്നാ പറഞ്ഞേ, എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ അല്ലെ. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, റോ സൈൻ ഫൈ സൈൻ തീറ്റ and z equal to rho cos theta അല്ലെ. z equal to rho cos phi. Okay, z equal to rho cos phi. So ഇതാണ് നമ്മുടെ എക്സും വൈയും സെഡും. ഓക്കെ, എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂസ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഡോ ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിക്കണമെങ്കിൽ ഡോ എക്സ് ബൈ ഡോ റോ ആദ്യം വേണം അല്ലെ. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു റോ. അപ്പൊ എന്താ വരിക, ഇവിടെ റോ സൈൻ ഫൈ കോസ് തീറ്റ, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ. സോ ഈ റോയുടെ ഫംഗ്ഷൻ ആണിത് അല്ലെ. റോ എന്ന് പറയുന്ന വേരിയബിളിന്റെ പവർ എന്താ, 1 ആണ്. ആൻഡ് സൈൻ ഫൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. സോ റോയുടെ ഡെറിവേറ്റീവ് എന്താ വരിക, റോയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ, എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, 1 ആ. സോ റോയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ എന്ത് വരും, 1 തന്നെ വരും അല്ലെ. സോ 1 ഇൻറ്റു സൈൻ ഫൈ കോസ് തീറ്റ അല്ലെ, കോഎഫിഷ്യന്റിനെ നമ്മൾ അതുപോലെ എഴുതും അല്ലെ. 1 ഇൻറ്റു സൈൻ ഫൈ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഡോ വൈ ബൈ ഡോ റോ. സോ ഇതും എന്ത് വരും, ഡോ വൈ ബൈ ഡോ റോയും എന്ത് വരും, റോ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ, ഇവിടെ സൈൻ ഫൈ കോസ് തീറ്റ ആയിരുന്നു, ഇവിടെ സൈൻ ഫൈ സൈൻ തീറ്റ. സോ റോ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ റോ മാത്രമേ ഉള്ളൂ. സോ റോയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ എന്താവും, 1 ആവും. ബാക്കി സൈൻ ഫൈ സൈൻ തീറ്റ അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നിൽക്കും അല്ലെ. സോ റോ സൈൻ ഫൈ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ എന്ന് പറയുന്നത് സൈൻ ഫൈ സൈൻ തീറ്റ അല്ലെ. ഇനിയോ നമുക്ക് ഒരാളും കൂടെ വേണം, ആരാത്, ഡോ സെഡ് ബൈ ഡോ റോ അല്ലെ. സോ റോ കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ. സോ ഇതില് റോയുടെ ഫംഗ്ഷൻ ആകെ റോ മാത്രമേ ഉള്ളൂ. ആൻഡ് കോസ് ഫൈ അവിടെ റോയുടെ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. സോ റോയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോ എന്താ, 1 ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ അതുപോലെ എഴുതും അല്ലെ. സോ കോസ് ഫൈ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, നമുക്ക് ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണ്ടേ എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. ഈ 6 വാല്യൂസും വെച്ചിട്ടാണ് നമ്മൾ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക. സോ എന്തെഴുതുക, ഡോ ഡബ്ല്യു ബൈ ഡോ റോ ദാറ്റ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു റോ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് ആ ഫോമിൽ ഒന്നും കൂടെ എഴുതാം. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ റോ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ റോ അല്ലെ. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ,
2x into ഡോ എക്സ് ബൈ ഡോ റോ എത്രയാ sin 5 cos theta അല്ലെ അതാ നമ്മൾ കണ്ടുപിടിച്ചത് 2x sin 5 cos theta പ്ലസ് ഡോ w ബൈ ഡോ y എത്ര കിട്ടിയേ 2y into ഡോ y ബൈ ഡോ റോ എത്ര കിട്ടി sin 5 sin theta പ്ലസ് ഡോ w ബൈ ഡോ z എത്ര കിട്ടി മൈനസ് 2z into ഡോ z ബൈ ഡോ z ബൈ ഡോ റോ എത്ര കിട്ടി cos 5. ഓക്കെ അപ്പോ ഇങ്ങനെയാണ് എന്ത് ഡോ ഡബ്ല്യു ബൈ ഡോ റോ വരിക. ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇവിടെ കഴിഞ്ഞു എന്ന്. പക്ഷെ ഞാൻ കഴിഞ്ഞ ചെയിൻ റൂൾ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം എക്സും വൈയും സെഡും ഉണ്ട് ഇവിടെ. സോ ഈ എക്സിനെയും വൈനെയും സെഡിനെയും നമ്മൾ എന്തിന്റെ ഫോംസിലേക്ക് ആക്കി മാറ്റണം റോന്റെയും ഫൈന്റെയും തീറ്റന്റെയും ഫോമിലേക്ക് ആക്കി മാറ്റണം അല്ലെ. സോ ഇതിന്റെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ഫങ്ഷൻസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 2 into എക്സ് എന്ന് പറഞ്ഞാൽ എന്താ റോ സൈൻ 5 കോസ് തീറ്റ. സോ ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2 into റോ സൈൻ 5 കോസ് തീറ്റ ഇൻറ്റു അവിടെ ഒരു സൈൻ 5 കോസ് തീറ്റയും കൂടെ ഉണ്ട് അല്ലെ സൈൻ 5 കോസ് തീറ്റ പ്ലസ് 2y sin 5 sin theta. So 2 into y എത്രയാ റോ sin 5 sin theta. So 2 into റോ sin 5 sin theta into അവിടെ ഒരു sin 5 sin theta കൂടെ ഉണ്ട് അല്ലെ. അടുത്തതോ മൈനസ് 2z cos 5. സോ മൈനസ് 2 into z എത്രയാ z റോ cos 5. സോ റോ cos 5 cos 5 അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്കിനി നിങ്ങൾ ഇത് വലിയൊരു വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ടാവും. സോ ഇവിടെ കുറെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നോക്കാം. ഓക്കെ ഇവിടെ നോക്ക് sin 5 cos theta sin 5 cos theta. സോ ദാറ്റ് ഈസ് 2 റോ ഇവിടെ രണ്ടിടത്തും ഇവിടെ എല്ലായിടത്തും 2 റോ ഉണ്ട് അല്ലെ. സോ നമുക്ക് ആ 2 റോനെ ഒന്ന് പുറത്തെടുക്കാം. ഓക്കെ 2 റോ ഇൻറ്റു sin 5 cos theta ഇൻറ്റു sin 5 cos theta ദാറ്റ് ഈസ് sin 5 cos theta ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ പ്ലസ് അടുത്തതോ sin 5 sin theta ഇൻറ്റു sin 5 sin theta. സോ അതിനെങ്ങനെ എഴുതാം sin 5 sin theta ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്തതോ ഇവിടുത്തെ ഈ 2 റോ നമ്മൾ ഒഴിവാക്കി പുറത്തെടുത്തു. ഇനി cos 5 ഇൻറ്റു cos 5 എത്ര കിട്ടും മൈനസ് cos സ്ക്വയർ 5 അല്ലെ. സോ നോക്ക് ഇവിടെ ഈ രണ്ട് ടേംസിൽ നോക്കിയാ sin 5 കോമണാ അല്ലെ sin 5 സ്ക്വയർ കോമണാ. സോ അതിനെയും നമ്മൾ പുറത്തെടുക്കാം 2 റോ ഇൻറ്റു സൈൻ സ്ക്വയർ 5. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാ. ആരൊക്കെയാ അത് ഇവിടുത്തെ സൈൻ സ്ക്വയർ 5 പോയി കഴിഞ്ഞാൽ ഇവിടെ sin 5 ഇൻറ്റു cos 5 ആയിരുന്നു. സോ സൈൻ സ്ക്വയർ 5 പോയി കഴിഞ്ഞാൽ cos 5 cos തീറ്റ അല്ലെ. സോ cos തീറ്റയുടെ സ്ക്വയർ എന്താ cos സ്ക്വയർ തീറ്റ അല്ലെ. സൈൻ സ്ക്വയർ 5 ഇൻറ്റു cos സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടുത്തെ സൈൻ സ്ക്വയർ 5 പോയി കഴിഞ്ഞാലോ ഇവിടെ എന്താ ഉണ്ടാവുക സൈൻ സ്ക്വയർ തീറ്റ അല്ലെ. സൈൻ സ്ക്വയർ 5 ഇൻറ്റു cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഇവിടെ ആരുണ്ട് cos സ്ക്വയർ 5 അല്ലെ. അപ്പൊ ഇത് നോക്ക് ഇതിൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരാളുണ്ട്. ആരാ അത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സോ മനസ്സിലെ നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഏറ്റവും ഏതൊർക്കത്തിലും ചോദിച്ചാൽ എല്ലാവർക്കും അറിയേണ്ട ഒരു റിസൾട്ട് ആണ് cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അല്ലെ. സോ ആ വാല്യൂ അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രാക്കറ്റിന് നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 റോ ഇൻറ്റു എന്ത് വരും സൈൻ സ്ക്വയർ 5 2 റോ ഇൻറ്റു സൈൻ സ്ക്വയർ 5 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1 ആണ് അല്ലെ ഇൻറ്റു 1 മൈനസ് cos സ്ക്വയർ 5. ഓക്കെ സോ ദിസ് ഇസ് ഈക്വൽ ടു 2 റോ ഇൻറ്റു സൈൻ സ്ക്വയർ 5 മൈനസ് cos സ്ക്വയർ 5 അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ സ്ക്വയർ 5 മൈനസ് cos സ്ക്വയർ 5. ഇതും ഒരു റിസൾട്ട് ഉണ്ട് നമുക്ക് ട്രിഗണോമെട്രിയിലുള്ള വേറൊരു റിസൾട്ട് ആണ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് cos സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു cos 2 തീറ്റ. ഓക്കെ ഇങ്ങനെ ഒരു റിസൾട്ടും ഉണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ 1 ഉം സൈൻ സ്ക്വയർ തീറ്റ മൈനസ് cos സ്ക്വയർ തീറ്റ cos 2 തീറ്റ ആണ്. ഓക്കെ സോ നമ്മൾ ഇവിടെ എന്ത് എഴുതി ദിസ് ഇസ് ഈക്വൽ ടു 2 റോ ഇൻറ്റു ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം cos 2 തീറ്റ.
സോ ഇതാണ് നമ്മുടെ ഡോ ഡബ്ല്യു ബൈ ഡോ റോ ഈക്വൽ ടു എന്താണ് 2 റോ കോസ് 2 തീറ്റ. സോറി 2 തീറ്റ അല്ല ഫൈ അല്ലേ ഇവിടെ അല്ലെ, നമുക്ക് സൈൻ സ്ക്വയർ ഫൈ മൈനസ് കോസ് സ്ക്വയർ ഫൈ. സോ ഇവിടെ എന്ത് വരും, കോസ് ഇവിടെ തീറ്റ ആണെങ്കിൽ നമുക്ക് ഇവിടെ തീറ്റ കിട്ടും. സോ ഇവിടെ ഫൈ ആവുമ്പോ ഇവിടെ നമുക്ക് ഫൈ കിട്ടും അല്ലെ. സോ 2 റോ കോസ് 2 ഫൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ റോ കിട്ടി. പോരാ, അത്ര മാത്രം കണ്ടാ പോരാ, നമുക്ക് ആരും കൂടെ കാണാൻ, ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കൂടെ കാണാനുണ്ട് അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയ്ക്ക് നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ആദ്യത്തെ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ ഫോർമുല നോക്കിയേ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ വൈയും ഡോ സെഡും നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്തൊക്കെയാ വേണ്ടേ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലെ. ഈ 3 കാര്യങ്ങളും നമുക്ക് വേണ്ടതുണ്ട്. സോ അത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ത് വരും, ഈക്വൽ ടു എക്സ് എന്താ, റോ സൈൻ ഫൈ കോസ് തീറ്റ. സോ റോ സൈൻ ഫൈ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ത് വരും, എന്താണ് ഇവിടെ തീറ്റയുടെ ടേം ആയിട്ട് ആകെ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഈ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കുക, ബാക്കി രണ്ടുപേരും അവിടെ കോഎഫിഷ്യന്റ് മാത്രമാണ്. ഓക്കെ, സോ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ തീറ്റ അല്ലെ. സോ റോ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ, റോ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് മൈനസ് റോ സൈൻ ഫൈ സൈൻ തീറ്റ. ഇതാണ് എന്ത്, ഡോ എക്സ് ബൈ ഡോ തീറ്റ. ഓക്കെ, അടുത്തതോ ഡോ വൈ ബൈ ഡോ തീറ്റ, അതായത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. സോ ഇവിടെ എന്താ, റോ സൈൻ ഫൈ സൈൻ തീറ്റ ആണ് വൈ. സോ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, റോ സൈൻ ഫൈ കോഎഫിഷ്യന്റ് ആണ് ആൻഡ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, കോസ് തീറ്റ. സോ നമുക്ക് ഡെറിവേറ്റീവ് എന്ത് വരും, റോ സൈൻ ഫൈ കോസ് തീറ്റ എന്ന് കിട്ടും അല്ലെ. റോ സൈൻ ഫൈ കോസ് തീറ്റ, അതാണ് ആര്, ഡോ വൈ ബൈ ഡോ തീറ്റ. ഇനി ഒരാളും കൂടെ വേണം, ഡോ സെഡ് ബൈ ഡോ തീറ്റ. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. എങ്ങനെയാ, ഇവിടെ തീറ്റ ഉണ്ടോ, സെഡിന്റെ ടേമില്, സെഡിന്റെ ഇക്വേഷനിൽ തീറ്റ ഇല്ല, റോയും ഫൈയും മാത്രമേ ഉള്ളൂ. സോ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്താവും, 0 അല്ലെ. തീറ്റ ഇല്ലാത്തതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. സോ അതിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈക്വൽ ടു എങ്ങനെയാ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ തീറ്റ അല്ലെ. ഇതാണ് നമ്മുടെ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ ഫോർമുല. ദിസ് ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എത്രയാണെന്നാ കിട്ടിയത് നമുക്ക് ഇവിടെ, 2x അല്ലെ. സോ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ഡോ എക്സ് ബൈ ഡോ തീറ്റ. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താ കണ്ടുപിടിച്ചത്, മൈനസ് റോ സൈൻ ഫൈ സൈൻ തീറ്റ അല്ലെ. മൈനസ് റോ സൈൻ ഫൈ സൈൻ തീറ്റ. അടുത്തതോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നമുക്ക് അവിടെ കിട്ടിയത് 2y ആയിരുന്നു അല്ലെ. 2y ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറയുമ്പോ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു റോ സൈൻ ഫൈ കോസ് തീറ്റ അല്ലെ, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് മൈനസ് 2z ആണ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ തീറ്റ എത്ര കിട്ടിയ, 0 അല്ലെ. അപ്പം ഈ വാല്യൂ 0 ആണ്, ബാക്കി ഉള്ളത് നമുക്ക് എന്താണ്, ഈ വാല്യൂസ് മാത്രം അല്ലെ. സോ ഈ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സിനും വൈക്കും നമ്മുടെ സാധാരണ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എത്രയാ, എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു മൈനസ് റോ ഉണ്ട് അല്ലെ. സോ മൈനസ് റോ സൈൻ ഫൈ സൈൻ തീറ്റ പ്ലസ് അടുത്തതോ 2y റോ സൈൻ ഫൈ കോസ് തീറ്റ. സോ വൈയിലെ വാല്യൂ കൊടുക്കുമ്പോ 2 ഇൻറ്റു വൈ എത്രയാ, y ഈക്വൽ ടു റോ സൈൻ ഫൈ, y ഈക്വൽ ടു എത്രയാ, y ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ അല്ലെ. സോ റോ സൈൻ ഫൈ സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, റോ സൈൻ ഫൈ കോസ് തീറ്റ പ്ലസ് അടുത്തത് എന്താ, 2z ഇൻറ്റു 0, അതെന്തായാലും 0 ആയിപ്പോയി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ കിട്ടുക, 2 റോ ഇൻറ്റു റോ
അതുപോലെ ഇവിടെ ഉണ്ട് 2 റോ ഇൻറ്റു റോ. സോ നമുക്ക് അങ്ങനെ എഴുതാം 2 റോ സ്ക്വയറിനെ പുറത്തെടുക്കാം അല്ലെ. സോ sin 5 cos തീറ്റ ഇൻറ്റു sin 5 sin തീറ്റ. അല്ലെ, sin 5 cos തീറ്റ ഇൻറ്റു sin 5 sin തീറ്റ. സോ ഇവിടെ എങ്ങനെ വരും? sin 5 ഇൻറ്റു sin 5 sin സ്ക്വയർ 5, ബാക്കി എന്താ cos തീറ്റ, ഒരു മൈനസും ഉണ്ട് അല്ലെ. സോ മൈനസ് sin സ്ക്വയർ 5 cos തീറ്റ sin തീറ്റ. അടുത്തതോ പ്ലസ് 2 റോ ഇൻറ്റു റോ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? sin 5 sin തീറ്റ ഇൻറ്റു sin 5 cos തീറ്റ അല്ലെ. സോ sin 5 എത്രയാണ്? പ്ലസ് sin സ്ക്വയർ 5, അടുത്തതോ sin തീറ്റ cos തീറ്റ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒന്ന് നോക്കിക്കേ. മൈനസ് sin സ്ക്വയർ 5 cos തീറ്റ sin തീറ്റ പ്ലസ് sin സ്ക്വയർ 5 sin തീറ്റ cos തീറ്റ അല്ലെ. സോ രണ്ടും സെയിം ആ. സോ മൈനസ് ഒരു വാല്യൂ പ്ലസ് അതേ വാല്യൂ. അപ്പൊ എന്തായി? രണ്ടും ഒരുമിച്ച് മൈനസ് ചെയ്യുന്ന പോലെ. സോ ഇത് രണ്ടും 0 ആയി പോകും. ദാറ്റ് ഈസ് 2 റോ സ്ക്വയർ ഇൻറ്റു 0. സോ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ നമുക്ക് എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ ചെയിൻ റൂൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു ട്രീ വരച്ചു വെക്കുക. ഓക്കെ, ഡിപെൻഡൻസി ട്രീ വരച്ചു വെക്കുക. എന്നിട്ട് ആ ട്രീ വെച്ചിട്ട് നമ്മുടെ ചെയിൻ റൂളിന്റെ ഫോർമുല എഴുതുക. എന്നിട്ട് ഓരോ വാല്യൂസും കണ്ടുപിടിച്ച് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ ആൻസർ, നമുക്ക് കിട്ടുന്ന ആൻസർ ഈ തന്നിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ടേംസിലേക്ക് ആക്കി മാറ്റാൻ മറക്കരുത്. ഓക്കെ, ആ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എക്സും വൈയും വെച്ചിട്ട് മാത്രം നിർത്തരുത്. ലാസ്റ്റത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫോമിലേക്ക് ആക്കി മാറ്റാൻ മറക്കരുത്. ഓക്കെ, എങ്കിലേ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണ് ചെയിൻ റൂൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോ എന്താ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഇഫ് W ഈക്വൽ ടു f ഓഫ് x മൈനസ് y, y മൈനസ് z, z മൈനസ് x. ഓക്കെ, ഷോ ദാറ്റ് ഡോ W ബൈ ഡോ x പ്ലസ് ഡോ W ബൈ ഡോ y പ്ലസ് ഡോ W ബൈ ഡോ z ഈക്വൽ ടു 0. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? W ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, W ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൈ, y മൈനസ് സെഡ് ആൻഡ് z മൈനസ് എക്സ്. ഓക്കെ, സോ W ഇവിടെ എക്സിന് പകരം എക്സ് മൈനസ് വൈ ആണ്, വൈക്ക് പകരം y മൈനസ് സെഡ് ആണ്, ആൻഡ് സെഡിന് പകരം z മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോ അതിന്റെയൊക്കെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ W ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ഷോ ചെയ്യണം? ഷോ ദാറ്റ് ഡോ W ബൈ ഡോ എക്സ് പ്ലസ് ഡോ W ബൈ ഡോ വൈ പ്ലസ് ഡോ W ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് ഗിവൺ ദാറ്റ് എന്താ തന്നിട്ടുള്ളത്? W ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൈ കോമ വൈ മൈനസ് സെഡ് കോമ സെഡ് മൈനസ് എക്സ്. സോ W ഇവിടെ എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? എക്സിന്റെ വൈന്റെ സെഡിന്റെ ഫംഗ്ഷൻ അല്ല, ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. സോ എക്സ് മൈനസ് വൈയുടെ ഫംഗ്ഷൻ y മൈനസ് സെഡ് ആൻഡ് z മൈനസ് എക്സ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയോ? ഈ Wയുടെ ഈ ഓരോ ആൾക്കാർക്കും നമ്മൾ ഓരോ വേരിയബിൾസ്, ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന് നമ്മൾ കൊടുക്കാൻ പോവാ. ഓക്കെ, ലെറ്റ് P ഈക്വൽ ടു എക്സ് മൈനസ് വൈ, Q ഈക്വൽ ടു y മൈനസ് സെഡ് ആൻഡ് R ഈക്വൽ ടു z മൈനസ് എക്സ് അല്ലേ. നമ്മളപ്പോ എന്തായി? W ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ, ഗിവൺ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? W ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? P, y മൈനസ് സെഡ് എന്താ? Q, z മൈനസ് എക്സ് എന്താ? R അല്ലെ. സോ W ഈക്വൽ ടു എഫ് ഓഫ് P Q R, വേർ P ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് വൈ അല്ലെ. സോ P എന്തിന്റെ ഫംഗ്ഷനാ? എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും. ആൻഡ് Q ഈക്വൽ ടു y മൈനസ് സെഡ്. സോ Q എന്തിന്റെ ഫംഗ്ഷനാ? എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും. അതുപോലെ R ഈക്വൽ ടു z മൈനസ് എക്സ്. അപ്പൊ R എന്തിന്റെ ഫംഗ്ഷനാ? എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും. സോ ഈ Pയും Qവും Rഉം ആണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് അല്ലെ. അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു വേരിയബിൾസ് ആണ് Pയും Qവും Rഉം അല്ലെ. ആരൊക്കെയാ? Pയും Qവും Rഉം. ആൻഡ് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആരൊക്കെയാ? ഫൈനലി വരുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആരൊക്കെയാ? ശരിക്കും അത് എക്സും വൈയും സെഡും അല്ലെ. ഇവരാണ് ശരിക്കും ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്.
സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സും വൈയും സെറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഡിപെൻഡൻസി ട്രീ വരച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റും നോക്കിയിട്ട് അതിന്റെ എല്ലാം സമ്മ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നോക്ക് എങ്ങനെയാണ്, ഡബ്ല്യു ആരൊക്കെയാ, പിനെയും ക്യൂനെയും ആറിനെയും അല്ലെ, ആൻഡ് പിയും ക്യൂവും ആറും ആരൊക്കെയാ, എക്സ് വൈ സെഡ്. പി എക്സ് വൈ സെഡിനെ, ക്യൂ എക്സ് വൈ സെഡിനെ ആൻഡ് ആർ എക്സ് വൈ സെഡിനെ അല്ലെ. സോ നമുക്ക് എന്തൊക്കെ വേണം ഇവിടെ, ഇവിടെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റും വേണം അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന്റെ ഫോമിൽ എങ്ങനെയാ വരിക, എങ്ങനെയാണ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം ആൻഡ് ഇങ്ങനെ പോവാം അല്ലെ, ഈ രീതിയിലും പോവാം അല്ലെ. ഇങ്ങനെ 3 പാത്താണല്ലേ. സോ ആ 3 പാത്തിലെയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എങ്ങനെയാണ്, ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ പി അല്ലെ, ഇന്റർമീഡിയറ്റിലേക്ക് പോയി, എന്നിട്ട് ഇന്റർമീഡിയറ്റ് നിന്ന് ഇൻഡിപെൻഡന്റിലേക്ക് ഡോ പി ബൈ ഡോ ആർ പ്ലസ് അടുത്തതോ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ആർ അല്ല എക്സ് അല്ലേ, ഓക്കെ, ഡോ ക്യൂ ബൈ ഡോ എക്സ് അല്ലെ, പ്ലസ് അടുത്തതോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു അടുത്തത് എന്താണ്, ഡോ ആർ ബൈ ഡോ എക്സ് അല്ലെ. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇതിന്റെ ഫോർമുല എങ്ങനെയാ, ഇതെങ്ങനെയാ വരിക, നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ പി വേണം അല്ലെ. ജസ്റ്റ് പി എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് വൈ ആ അല്ലെ. സോ നമുക്ക് ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ പിനെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊന്നും അറിയില്ല. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷന്റെ ഫോം എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. സോ നമ്മൾ ഇതിനെ ജസ്റ്റ് ഇവിടെ ഇതുപോലെ ഡബ്ല്യു പി, ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ പിനെ നമ്മൾ എങ്ങനെ എഴുതും, ഡബ്ല്യു പി എന്ന് എഴുതും. പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കും. ഏത് വേരിയബിളിനെ വെച്ചിട്ടാണോ എടുക്കുന്നത് അതിന് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഡോ ഡബ്ല്യു ബൈ ഡോ പി ഈക്വൽ ടു, ഇവിടെ ഇതിനെ നമ്മൾ എന്തായിട്ട് എഴുതി, സാധാരണ ഡബ്ല്യു പി എന്ന് എഴുതി. ഇനി ഡോ പി ബൈ ഡോ എക്സ്, ഈ പിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക, എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 കിട്ടും, മൈനസ് വൈ 0 അല്ലെ. പ്ലസ് അടുത്തതോ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ, അതിനെയും നമ്മൾ ഇതുപോലെ ഡബ്ല്യു ക്യൂ എന്ന് എഴുതി, ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ക്യൂവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരിക, വൈ മൈനസ് സെഡ് ആണ് ക്യൂ. സോ ഇതിൽ ആരില്ല, എക്സ് ഇല്ല അല്ലെ. സോ നമ്മുടെ വേരിയബിൾ ഇതിൽ ഇല്ല. സോ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുക. സോ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ, 0 അല്ലെ. പ്ലസ് അടുത്തതോ ഡോ ആർ ബൈ ഡോ എക്സ്. സോ ആറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. സോ സെഡ് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരിക, മൈനസ് സെഡ് ഇല്ല, മൈനസ് എക്സ് മാത്രമേ അപ്പൊ ഉണ്ടാവുള്ളൂ അല്ലെ. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, ഇറ്റ് ഈസ് ഡബ്ല്യു ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്താണ്, മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ് -1. ഓക്കെ, നമ്മുടെ ആറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് -1 കിട്ടി അല്ലെ. ഇനി ഈ വാല്യൂസ് നമ്മൾ ഇവിടെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡബ്ല്യു പി മൈനസ് ഡബ്ല്യു ആർ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡബ്ല്യു പി മൈനസ് ഡബ്ല്യു ആർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ഇവിടെ വേറെ ഏതാ അടുത്ത ടേം എന്താ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അല്ലെ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈയുടെ ഫോർമുല അപ്പൊ എങ്ങനെ വരും, എങ്ങനെയാണ്, വൈയിലേക്ക് എങ്ങനെയാ പോവാ, ഡബ്ല്യു എന്ന് പിയിലൂടെ പോയി വൈയിലെത്താം, ക്യൂയിലൂടെ പോയി വൈയിലെത്താം ആൻഡ് ആറിലൂടെ പോയിട്ട് വൈയിലെത്താം അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ പി ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ പ്ലസ് അടുത്തതോ ക്യൂയിലൂടെ അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് അടുത്തത് സെഡിലൂടെ ആറിലൂടെ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ പി എന്താ, ഡബ്ല്യു പി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു പി. ഇനി ഡോ പി ബൈ ഡോ വൈ എന്താ, പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലെ. എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ, എക്സിന്റെ ഡെറിവേറ്റീവ് 0 ആവും ആൻഡ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താവും, -1 അല്ലെ. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ അല്ലെ, ഡബ്ല്യൂയുടെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ക്യൂ. സോ ഡബ്ല്യു സബ്സ്ക്രിപ്റ്റ് ക്യൂ അല്ലെ. അടുത്തതോ ഡോ ക്യൂ ബൈ ഡോ വൈ, ക്യൂയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ, വൈയുടെ ഡെറിവേറ്റീവ് 1, ബാക്കിയെല്ലാം 0 അല്ലെ. സോ ഡോ ക്യൂ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ. സോ അതെന്ത് വരും, ഡബ്ല്യു സബ്സ്ക്രിപ്റ്റ് ആർ അല്ലെ. അടുത്തതോ ഡോ ആർ ബൈ ഡോ വൈ, ആറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ,
സോ ആറിൽ എന്തില്ല, വൈയുടെ ടേം ഇല്ല അല്ലെ. സോ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 ആയി പോയി. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡബ്ല്യു പി പ്ലസ് ഡബ്ല്യു ക്യു അല്ലെ. അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. അതുപോലെ നമുക്ക് എന്തും വേണം, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡും വേണം അല്ലെ. സോ അതെങ്ങനെ എഴുതുക, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എങ്ങനെ എഴുതുക, ഇവിടെ നമുക്ക് സെഡിലേക്ക് എങ്ങനെയാ, ഡബ്ല്യു പി ടു സെഡ്, ക്യൂ ടു സെഡ് ആൻഡ് ആർ ടു സെഡ് അല്ലെ. സോ അതെങ്ങനെ വരും, ഡോ ഡബ്ല്യു ബൈ ഡോ പി ഇൻറ്റു എന്താണ്, ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് അടുത്തതോ ക്യൂയിലൂടെ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ സെഡ് പ്ലസ് അടുത്തത് ആറിലൂടെ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ സെഡ് അല്ലെ. ഇതാണ് ബൈ ചെയിൻ റൂൾ അല്ലെ. സോ ഇതെങ്ങനെ വരും, ഡോ ഡബ്ല്യു ബൈ ഡോ പി എന്താ, ഡബ്ല്യു സബ്സ്ക്രിപ്റ്റ് പി ഇൻറ്റു ഡോ പി ബൈ ഡോ സെഡ്. അതെങ്ങനെയാ വരിക, എങ്ങനെയാണ് ഡോ പി ബൈ ഡോ സെഡ്, ഈ പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താ കിട്ടുക, എക്സും വൈയും മാത്ര അല്ലെ. സോ ഇവിടെ സെഡ് ഇല്ല, സോ അതിന്റെ ഡെറിവേറ്റീവ് എന്തായി, 0 ആയി. പ്ലസ് ഡോ പി ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ, ദാറ്റ് ഈസ് ഡബ്ല്യു സബ്സ്ക്രിപ്റ്റ് ക്യൂ. അടുത്തത് എന്താണ്, ഡോ ക്യൂ ബൈ ഡോ സെഡ്, ക്യൂവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. സോ ഇതിൽ സെഡ് ഉണ്ട് അല്ലെ, മൈനസ് സെഡ്, മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ് എന്താ, -1 ഇൻറ്റു -1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡബ്ല്യു ആർ എന്ന് എഴുതാം, ഇൻറ്റു ഡോ ആർ ബൈ ഡോ സെഡ്. ഈ ആറിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും, 1 കിട്ടും അല്ലെ. -x അവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുക, സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് 1 ആണ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു പി ഇൻറ്റു 0 ആയിപ്പോയി അല്ലെ. അടുത്തതോ മൈനസ് ഡബ്ല്യു ക്യൂ പ്ലസ് ഡബ്ല്യു ആർ. സോ നോക്ക്, നമുക്കിവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ ആർക്കാണ്, ഡോ ഡബ്ല്യു ബൈ ഡോ ഐക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡിനും മൂന്നാമത്തെ ഇക്വേഷനും കിട്ടി അല്ലെ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 അല്ലെ. സോ നമുക്ക് ഈ 3 ഇക്വേഷൻസ് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം, എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ 3 ആൾക്കാരും നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നമുക്ക് എത്ര കിട്ടിയേ, ഡബ്ല്യു പി മൈനസ് ഡബ്ല്യു ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എത്ര കിട്ടി, വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുത്തപ്പോ മൈനസ് ഡബ്ല്യു പി പ്ലസ് ഡബ്ല്യു ക്യൂ അല്ലെ, മൈനസ് ഡബ്ല്യു പി പ്ലസ് ഡബ്ല്യു ക്യൂ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡോ മൈനസ് ഡബ്ല്യു ക്യൂ പ്ലസ് ഡബ്ല്യു ആർ അല്ലെ. സോ നോക്കിക്കേ, ഇവിടെ കുറെ ആൾക്കാർ വെട്ടിപ്പോവാനുണ്ട്. എന്താണ്, ഡബ്ല്യു പി മൈനസ് ഡബ്ല്യു പി 0, മൈനസ് ഡബ്ല്യു ആർ പ്ലസ് ഡബ്ല്യു ആർ അതും 0, ഡബ്ല്യു ക്യൂ മൈനസ് ഡബ്ല്യു ക്യൂ അതും 0. അപ്പൊ ഇവിടെ എന്തായി, മൊത്തം വെട്ടിപ്പോയി അല്ലെ. സോ ഫൈനൽ ആൻസർ ഈസ് 0. സോ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ, ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്തേ, നമ്മൾ ഈ ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ അതിന്റെ സമ്മ് 0 ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലെ. സോ നോക്ക്, ഇവിടെ നമ്മൾ ഈ എക്സ് മൈനസ് വൈക്കും വൈ മൈനസ് സെഡിനും സെഡ് മൈനസ് എക്സിനും വേറെ വേരിയബിൾസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെയൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വാല്യൂസ് കണ്ടുപിടിക്കാം, എന്നിട്ട് അപ്പൊ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്ക്, ഇതും ചെയിൻ റൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് in terms of r and s if w equal to x square plus y square, x equal to r minus x and y equal to r plus s. Okay, so നമുക്ക് ഇവിടെ എന്താ തന്നത്, w equal to x square plus y square എന്ന് തന്നിട്ടുണ്ട് and x equal to r minus s, y equal to r plus s. അപ്പൊ നോക്കിക്കേ, w ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്, എക്സിനെയും വൈനെയും, ആൻഡ് x ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആറിനെയും എസിനെയും അല്ലെ. സോ നമ്മുടെ ഡിപ്പെൻഡൻസി ട്രീ നമ്മൾ വരച്ചു നോക്കുമ്പോൾ w 2 പേര്, എക്സും വൈയും, ആൻഡ് എക്സും വൈയും ആരൊക്കെയാ, ആറും എസ്, വൈയും ആറും എസും അല്ലെ. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഡിപ്പെൻഡൻസി, ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസി ഇരിക്കുന്നത്. നമ്മളോട് എന്താ ചോദിച്ചേ,
ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ആൻഡ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ് അല്ലെ. സോ നമ്മളിവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും കണ്ടുപിടിക്കണം. സോ ബൈ ചെയിൻ റൂൾ അതിന്റെ ഫോർമുല എങ്ങനെയാ വരിക? ബൈ ചെയിൻ റൂൾ എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ വരിക? ഇവിടെ നമുക്ക് രണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിളും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും അല്ലെ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എങ്ങനെ വരും? ഡബ്ല്യു ഒന്ന് എക്സിലൂടെ ആറിലേക്ക് പോവാം ആൻഡ് വൈയിലൂടെയും ആറിലേക്ക് പോവാം അല്ലെ. സോ എങ്ങനെയാണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ആറിലൂടെ പോകുമ്പോ എങ്ങനെയാണ്? ഡോ ഡബ്ല്യു ബൈ വൈയിലൂടെ പോകുമ്പോ എങ്ങനെയാ? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ അല്ലെ. ഇങ്ങനെയാണ് ബൈ ചെയിൻ റൂൾ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ വരിക. സോ അതിനു വേണ്ടി നമുക്ക് ആരൊക്കെ വേണം? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ എക്സ് ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ വൈ ബൈ ഡോ ആറും വേണം. സോ ഈ എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? W equal to x square plus y square. So dot W by dot x equal to x square plus y square derivative with respect to x എന്താ? x square എന്നത് 2x അല്ലെ. y square എന്നത് 0. ഇനിയോ dot W by dot y എന്താണ്? y square മാത്രമേ ഉണ്ടാവുള്ളൂ. സോ y square ഡെറിവേറ്റീവ് 2y അല്ലെ. സോ നമുക്ക് dot W by dot x ഉം dot y ഉം കിട്ടി. ഇനി നമുക്ക് ആര് വേണം? dot x by dot r വേണം. സോ dot x by dot r എന്ത് വരും? x equal to r minus s ആ. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡെറിവേറ്റീവ് കണ്ടാൽ എന്താ വരിക? ആറിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എസിന്റെ ഡെറിവേറ്റീവ് 0 അല്ലെ. സോ ഡോ എക്സ് ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു 1. അടുത്തതോ ഡോ വൈ ബൈ ഡോ ആർ. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ എന്ത് വരും? ആർ പ്ലസ് എസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 തന്നെ വരും അല്ലെ. എസിന്റെ ഡെറിവേറ്റീവ് 0. സോ ഡോ എക്സ് ബൈ ഡോ ആറും ഡോ വൈ ബൈ ഡോ ആറും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഡയറക്ട്ലി ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എഴുതിക്കൂടെ? ഈക്വൽ ടു എങ്ങനെയാണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് 2x ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ 1 പ്ലസ് അടുത്തതോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് 2y ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ 1 അല്ലെ. ദിസ് ഈക്വൽ ടു 2x പ്ലസ് 2r. സോ ദിസ് ഈസ് എന്താണ്? ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ് എഴുതണം അല്ലെ. സോ എക്സിന്റെയും വൈന്റെയും ഇക്വേഷൻസ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ് നമുക്കറിയാം. സോ ഇപ്പൊ കിട്ടിയ ഈ വാല്യൂവില് നമ്മൾ ആ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ 2x പ്ലസ് 2y അല്ലെ. സോ 2 ഇൻറ്റു എക്സ് എത്രയാ? ആർ മൈനസ് എസ് പ്ലസ് 2 ഇൻറ്റു വൈ എത്രയാ? ആർ പ്ലസ് എസ്. ഓക്കെ അപ്പൊ ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ മൈനസ് എസ്. സോ അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2r മൈനസ് 2s പ്ലസ് അടുത്തതോ 2 ഇൻറ്റു ആർ പ്ലസ് എസ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2r പ്ലസ് 2s. സോ എസ് മൈനസ് 2s ഉം പ്ലസ് 2s ഉം ക്യാൻസൽ ആയി. 2r പ്ലസ് 2r ഇക്വൽ ടു 4r. ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ വരിക. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ആണെങ്കിലോ ഡോ ഡബ്ല്യു ബൈ എക്സിലൂടെ പോവും അല്ലെ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് അടുത്തത് വൈയിലൂടെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. ഓക്കെ അപ്പൊ നമുക്കിവിടെ ആരൊക്കെ വേണം? ഡോ എക്സ് ബൈ ഡോ എസും ഡോ വൈ ബൈ ഡോ എസും വേണം അല്ലെ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. സോ ഡോ എക്സ് ബൈ ഡോ എസ് എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു എക്സ് എന്താന്നാ പറഞ്ഞേ? ആർ മൈനസ് എസ്. സോ അതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് കണ്ട എന്ത് വരും? ആർ മൈനസ് എസിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് കണ്ട മൈനസ് എസിൻ്റെത് -1 അല്ലെ. അതുപോലെ ഡോ വൈ ബൈ ഡോ എസും എന്താ കിട്ടുക? ആർ മൈനസ് എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ പ്ലസ് എസ് ആണ് വൈ. സോ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എസിലെ എസിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ആർ 0 ആവും അല്ലെ. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടുക. ഇനി നമ്മൾ ഡോ ഡബ്ല്യു ബൈ ഡോ എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2x എന്നാണ് അല്ലെ. ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസോ -1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2y ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2x പ്ലസ് 2y. ഇതാണ് നമ്മുടെ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇൻ ടേംസ് ഓഫ് എസ് എക്സ് ആൻഡ് വൈ അല്ലെ. ഇതിനെ ഇനി ആറിന്റെ ടേംസിലാക്കുമ്പോൾ -2 ഇൻറ്റു എക്സ് എത്രയാന്നാ പറഞ്ഞത്? എക്സ് ഈക്വൽ ടു എത്രയാ? എക്സ് ഈക്വൽ ടു ആർ മൈനസ് എസ് പ്ലസ് 2 ഇൻറ്റു വൈ ഈക്വൽ ടു ആർ പ്ലസ് എസ് അല്ലെ. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2r പ്ലസ് 2s പ്ലസ് 2r
പ്ലസ് 2s അല്ലേ? സോ -2r പ്ലസ് 2r ക്യാൻസൽ ആവും. സോ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 4s അല്ലെ? 2s 2s ആഡ് ചെയ്യുമ്പോൾ 4s കിട്ടും. സോ ഇതാണ് എന്ത്? ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. സോ നമ്മളോട് എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഡോ ഡബ്ല്യു ഇവിടെ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട് ആൻഡ് എക്സും വൈയും തന്നിട്ടുണ്ട്. സോ എന്താണ് പറഞ്ഞത്? നമ്മളോട് ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും കണ്ടുപിടിച്ചിട്ട് അതിനെ ആറിന്റെയും എസിന്റെയും ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിരുന്നു. സോ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് ഓരോന്നും കണ്ടുപിടിച്ച് ആറും എസിന്റെയും വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, സോ ചെയിൻ റൂളിന്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. നമുക്ക് ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടെ ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.